ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൈറാസ് പാരഡൈസ്. ഇറ്റ്സ് മീ ഹൈറ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു നെയിൽസ് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമോ. സോ നമ്മളിന്ന് നെയിൽസ് ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കുന്നത്. സോ നെയിൽസ് ബ്ലൈൻഡ് ബാഗിൻ്റെ അൺബോക്സിങ് വീഡിയോ ഷോർട്സിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി നോക്കണം. സോ ഇതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. സോ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു A4 ഷീറ്റോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറോ എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 2 പാർട്സ് ആയിട്ട് കിട്ടും. അതിൽ 1 പാർട്സ് നിങ്ങൾ ഡിസൈൻ ചെയ്യണം. സെക്കൻഡ് പാർട്ടിൽ കോമൺ ഡ്രെയറും എപ്പിക്കും യൂഗോട്ടും ഒക്കെ എഴുതാനുള്ളതാണ്. സോ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫസ്റ്റ് പാർട്ടിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ നെയിൽസിൻ്റെ ബ്ലൈൻഡ് ബാഗ് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോഴത്തെ സൈഡിൽ ഇതേപോലെ യു ഗോട്ട് കോമൺ ഡ്രെയർ എപ്പിക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലാക്ക് സ്കെച്ചോ മാർക്കറോ വെച്ചിട്ട് നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തു. നെയിൽസ് ബ്ലൈൻഡ് ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഔട്ട്ലൈൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതെല്ലാം ഒന്ന് കളർ അടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ബാക്ക് സൈഡിലും ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും നമുക്കൊന്ന് പശ തേച്ച് കൊടുക്കാം. പിന്നെ 1 സൈഡിൽ മാത്രമേ ഗ്ലൂ തേക്കാനായി പാടുള്ളൂ. ഇതേപോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ അപ്പിൽ തേക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് രണ്ടും കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ ഗ്ലൂ തേച്ച് ഇങ്ങനെ ഇൻസൈഡൊരു ബാഗ് പോലെ കാണാമോ, ബാഗ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വേണം നമുക്ക് കിട്ടാൻ. വീണ്ടും ഒരു പേപ്പർ എടുക്കണം നമ്മൾ. എന്നിട്ട് അത് 4 ആയിട്ട് മടക്കുക. ഇത് നമ്മൾ നെയിൽസ് ആണ് കേട്ടോ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഈ ബ്ലൈൻഡ് ബാഗ് എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പം സാൻഡ്രിയോ, മൈ മെലഡി, ക്രോമി, ഹലോ കിറ്റി എന്ന് പറഞ്ഞ് 4 ഒരു സാൻഡ്രിയോ തീംസ് ഉണ്ട്. ഇപ്പം ഒരു ബോക്സിനകത്ത് അതിൽ ഒരെണ്ണമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ ഒരു മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറിനെ കിട്ടണം. ഒരു ബ്ലൈൻഡാണ്. അതായത് ഇപ്പം എക്സാമ്പിൾ നമ്മൾ കിൻഡർ ജോയ്ക്കകത്ത് എല്ലാവരും വേണമെന്ന് പറയുന്നത് ഹാരി പോട്ടർ കിൻഡർ ജോയ് ഇല്ലേ, അതിനകത്ത് ഹാരി പോട്ടർ അല്ലേ, പക്ഷെ ചിലവർക്ക് റോണും ഹെർമൈനും ഒക്കെ കിട്ടുമല്ലേ. സോ അതൊരു ബ്ലൈൻഡ് അല്ലേ. അതേപോലത്തെ ഒരു സംഭവമാണ്, ബോക്സാണ്. യൂട്യൂബിൽ നോക്കിയാൽ മതി സാൻഡ്രിയോ ബ്ലൈൻഡ് ബാഗ്. ഇത് നമ്മുടെ ഇന്ത്യയിലൊന്നുമില്ല, ഫോറിൻ കൺട്രീസിലാണ് ഉള്ളത്. സോ പിന്നെ കോവിഡൊക്കെ ആയപ്പോൾ ആൾക്കാർ വീട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയത്. സോ അതാണ് ബ്ലൈൻഡ് ബാഗ്. ഞാൻ 4 ആയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഭാഗത്തും ഡിഫറെൻറ്റ് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഡിസൈൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 4 ആയിട്ട് മടക്കി എനിക്കിഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 10 നെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 സ്ക്വയർസ് വേണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ അത്രയും പേപ്പർ എടുക്കണം. സോ എനിക്കിവിടെ 3 പേപ്പേഴ്സാണ് നെയിൽസ് ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. 2 കോളം എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളംസ് എല്ലാം കട്ട് ചെയ്യാം. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ 10 സ്ക്വയർസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കോൺ ഷേപ്പിലാക്കിയെടുക്കാം. ഞാൻ നിങ്ങൾക്കൊരെണ്ണം കാണിച്ചു തരാം.
നമുക്കിവിടെ പശ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ പശ വെച്ച് ഒട്ടിച്ചപ്പോൾ ഈ ഒരു ലുക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ 10 നെയിൽസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു പേപ്പർ എടുക്കാം. ഇനി നമുക്കത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഹാഫ് നമുക്ക് പകുതി കട്ട് ചെയ്ത് കളയണം. ഇനി ഞാൻ കറുത്ത സ്കെച്ചോ മാർക്കറോ വെച്ചിട്ട് ബ്ലാക്ക് കളറിൽ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കണം. ഇനി നമുക്ക് പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കാം. മണ്ടഭാഗം ഓപ്പൺ ആക്കി കൊടുക്കുക. എന്നിട്ട് സൈഡും ഡൗണും പശ തേക്കുക. അപ്പം നമ്മൾ പശ തേക്കാൻ പാടില്ല. പശ തേക്കുമ്പോൾ നമുക്കൊരു ബാഗായിട്ട് കിട്ടും ഒട്ടിച്ച് കഴിയുമ്പോൾ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ നെയിൽസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ നെയിൽസും ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്താ നെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പു ഭാഗം പശ വെച്ചത് ക്ലോസ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ എന്താ അപ്പു ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഫുള്ള്. ഇനി ഞാൻ 10 ഹാർട്ട്സ് ഇതേപോലെ വരച്ച് കട്ട് ചെയ്ത് ഞാൻ എക്സ്ട്രാസ് എന്ന് പറഞ്ഞ് എഴുതി ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഒരു ബാഗായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാഗിലോട്ട് ഇതെല്ലാം വെച്ച് കൊടുക്കണം. ഇത് നമ്മുടെ നെയിലിൻ്റെ പുറത്ത് ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഞാൻ എന്താ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയ്ക്ക് പശ വെച്ചൊന്ന് ഒട്ടിച്ച് സീൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എക്സ്ട്രാ എന്ന് പറയുന്നത് നെയിൽസും ഇതിനകത്ത് വെക്കണം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കോമൺ റെയർ ആണോ എപ്പിക് ആണോ കിട്ടിയെന്ന് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ അപ്പർ ഭാഗം സീൽ ചെയ്തിട്ടുണ്ട്. ടേപ്പ് വെച്ച് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.